ഇന്ന് നമുക്ക് ഒരു അതിഥിയെ കിട്ടി. NH-47 നടുക്ക് ഒരു പരുന്തച്ചൻ ഇങ്ങനെ ഏതോ ഒരു വണ്ടി ഇടിച്ച് അതിൻ്റെ ചിറകെല്ലാം കൂടെ ഒടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പതിയെ അതിനെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ചിറകൊക്കെ നല്ലപോലെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലപോലെ പരിക്കൊക്കെ പറ്റിയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ നേരെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്തുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞ് അടുത്ത് വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതിനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഞാൻ ആദ്യമേ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആദ്യമേ എടുത്തിട്ട് നേരെ വെറ്റിനറി ഹോസ്പിറ്റലിലോട്ട് പോയി. ഏത് വണ്ടിയാണെന്നോ കൊണ്ടുവന്ന് ഇടിച്ചത് നമുക്കറിയത്തില്ല. നമ്മുടെ വണ്ടിയെ കയറ്റി നേരെ കൊണ്ടുവന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ ഹാജരാക്കി. സാധനം അത്യാവശ്യം നല്ല ആക്രമണകാരിയായിരുന്നു. കയ്യിലൊക്കെ നല്ല ആന്തൊക്കെ കിട്ടി. എങ്കിലും സാധനത്തിന് രക്ഷിക്കാൻ പറ്റിയതിനുള്ള സന്തോഷമുണ്ട്. ഇത് പറന്നൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഒരു ചിറക് അതിൻ്റെ ചലിക്കത്തുള്ളൂ, മറ്റേ ചിറക് ഒടിഞ്ഞിരിക്കുകയാണ്. ഒരു ചിറക് നേരെ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടേബിളിലൊക്കെ കിടത്തു, നല്ല വെള്ളമൊക്കെ കൊടുത്തു, മീന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് സാധനത്തിനെ റിക്കവറാക്കാൻ വേണ്ടി നോക്കുകയാണ്. കൊത്തുകൂടിയല്ലേ, റോഡിൽ കിടന്നതാ. റോഡിൽ ഏതോ വണ്ടി ഇടിച്ചിട്ട് പോയതാ, ചിറക് പോയതാ. നോക്കിയപ്പോ ജീവനുണ്ട്. ഞാൻ ഇങ്ങനെ അടുത്തോണ്ട് പോകുന്നു. വേറെ 1-2 പേരുണ്ടായിരുന്നു. വേറെ ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. വളർത്തുന്നൊന്നുമല്ല. കൊത്ത് കേട്ടോ. അതെ, അല്ല ഇത് പിടിച്ചാ വിടൂല്ലോ കേട്ടോ. ഞാനിപ്പോ മൊബൈലിൽ നിന്ന് പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. മൊബൈലിൽ നിന്ന് പിടിക്കാനാ ഭയങ്കര പാടായിരുന്നു. എന്താ ചെയ്യാ, ഇത് റോഡിൽ നിന്ന് കിട്ടിയതാ. ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മൊബൈലില്. ഇവിടെ ഇത് ചിറകെന്തോ പോയിരിക്കുന്നതാ, ചിറകെ ഒടിഞ്ഞോ എന്തോ ചെയ്തിരിക്കുന്നതാ. പിന്നെ എന്ത് ചെയ്യുന്ന ശുശ്രൂഷിച്ചിട്ട് വനംവകുപ്പിന് കൊടുക്കുമോ? വരുമോ? ശുശ്രൂഷിച്ചിട്ടേ വനംവകുപ്പിന് വല്ലതും കൊടുക്കുമോ? ആ ശരി. വെള്ളം വേണോടാ? വെള്ളം വേണോ? നീ കൊത്താൻ നിൽക്കുക, എനിക്കറിയാം. കൊത്താൻ നിൽക്കുക. മീൻ കഴിച്ചോടാ. അല്ല, ഈ മീൻ കൊടുത്തു നോക്കൂ. മീൻ ചായ ഇഷ്ടം. ക്ഷീണിച്ചു കേട്ടോ. അവിടെ ചാളയുണ്ടായില്ലേ? അടിച്ചു തിന്നട്ടെ. മെഡിസിൻ കൊടുക്കാതെ ശരിയാവില്ല കേട്ടോ. താത്തി പിടിക്കും ഉള്ളിൽ വായ രക്ഷിക്കാൻ നമ്മുടെ ശ്രമമെന്ന് മനസ്സിലായിട്ടുണ്ട്. വെള്ളം കുടിച്ചോളൂ. ചിറകൊടിഞ്ഞു പോയതാ. ഞാൻ ഈ സാധനത്തിന് അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനമാണ്. പോരുത്.
പോകരുത്, പോകരുത്, ചത്തുപോകും. ഷൂട്ട് ചെയ്തൊന്നുമല്ല, ഇത് വണ്ടി എന്തോ ഇടിച്ചതാ. വണ്ടി പറന്നു പോയപ്പോഴാണ് വണ്ടി ഏതോ കേറിയിട്ട് ഇടിക്കുകയോ ഏതാണ്ട് ചെയ്തത്. താമസിപ്പിക്കും, അതിനെ രക്ഷിച്ച് തിരിച്ചു തന്നെ ജോലിയാണ്. റെഡിയായിക്കോ വീട്ടിൽ വെച്ച ഷൂട്ട് കിട്ടുമല്ലോ. ഇപ്പൊ തീറ്റെടുക്കാനും പറ്റില്ല. കൈ കയറി കുത്തി, കൈ കുത്തി, കൈ കുത്തി. കൈ കൊത്തല്ലേ. കൈ കയറി കുത്തിയോ? അങ്ങോട്ട് മാറി. വിത്തൊക്കെ കടിച്ചടാ. വേണ്ട, ഇതാ വിത്തൊക്കെ അടിച്ചു. ഉണ്ടാവത്തൊക്കെ അടി. കുറച്ച് കടിച്ച് തിന്നോ നീ. കൊത്തൂല കൊത്തു. വണ്ടി വിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാകട്ടെ, എളുപ്പമായി. അതന്നെ, ഈ ബുദ്ധിമുട്ട് കഴിച്ചിട്ട് കാര്യമില്ല. ഷൂട്ടിങ്ങിന് ഭയങ്കര വണ്ടി മുട്ടി ചെറിയ വശം അങ്ങനെ കൃത്യ സ്ഥലത്ത് വരും. ഈ വശം ഷൂട്ടിങ്ങിനാണോ സംശയമുണ്ട്? ആ ഷൂട്ടിങ്ങിനാണെങ്കിൽ സംശയമുണ്ട്. അല്ലടാ, ഇത് ഓടണമെന്നോ ജറകല്ലാക്കി അടി കൊണ്ടാക്കണേ. അടി കൊണ്ടുവെക്കുന്നത് അവിടെയല്ല, ജറകിനല്ല അടി കൊണ്ടുവെക്കണേ. അടി കൊണ്ടുവെക്കുന്നത് ഇവിടെയുള്ളത് കഴുത്തിനാണ് കൊണ്ടുവെക്കണേ. വെള്ളത്തിൽ തട്ടിക്കാന്തവൻ ആറായിരുന്നു. അല്ലെങ്കിൽ വരില്ല, അല്ലെങ്കിൽ ജറകൻ മറ്റേ അടിച്ചു പോകും. അതെന്തോന്ന് അവര് നോക്കട്ടെ. ഡോക്ടറുടെ നമ്പറുണ്ടോ? ഒന്ന് വിളിക്കും. കൈ കയറി ചാമ്പും കേട്ടോ. എനിക്കൊരെണ്ണം കിട്ടി. അതിന് പ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. 4 വയസ്സ് ചെറിയൊരു പീസാക്കി ഇട്ട് കൊടുത്തു. ചെറിയ പീസാണ്. തീറ്റെടുക്കണമെന്നില്ല നീ. പറ്റണി ഞാനും പയനുണ്ടാവും. അപ്പൊ അതൊരു സംഭവം. ഞാൻ എടുത്ത ഞാനും കൊണ്ടുപോകും പറമ്പയത്തിന്. ആ മീനിങ്ങ് പൊതിഞ്ഞെടുത്തു. നീ പൊതിഞ്ഞെടുത്തു. ഈ സാധനത്തിന് അവിടെ നമ്മുടെ കരിയാട് നോക്കിയിട്ട് അവിടെ ഡോക്ടറില്ലാത്ത കാരണം നേരെ പറമ്പയും മൃഗാശുപത്രിയിലോട്ട് ഞാൻ കൊണ്ടുപോയി. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പറമ്പയത്തെ ഡോക്ടറിനെ കൊണ്ടൊന്ന് കാണിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കമത്താണല്ലേ? കയ്യൊക്കെ നമുക്ക് സാധാ പോലെ ചെയ്യാൻ പറ്റത്തില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുകുരുന്ന് ഓടുന്നു. കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കയ്യെ കയറി പിടിച്ചെൻ്റെ കയ്യെ കയറി പിടിച്ചു അങ്ങനെ പിടിച്ചാൽ മതി. കയ്യെ കയറി പിടിച്ചില്ല. പിടിച്ചിരിക്കുവാണോ? അത് ഓരോന്ന് വിടർത്തും. ആ ഒരെണ്ണം വിടർത്തിയിട്ടുണ്ട്. പൊട്ടിയാ ഭയങ്കര പിടുത്തോ കിട്ടൂല. മാംസം പറഞ്ഞു വരും. വണ്ടി എടുത്തിട്ടില്ല പട്ടിയിലോട്ട് അതങ്ങനെ കേൾപ്പിക്കാൻ പോയാ അതിന്റെ കൊത്ത് കിട്ടിയാലുണ്ടല്ലോ. എനിക്ക് 2 കൊത്ത് കിട്ടി. അതെ എത്ര ഉള്ളോ? അതെ ഓക്കെ അപ്പം ശരി. അല്ല ഡോക്ടറെ ദിനീഷ് ഞാൻ വണ്ടി പിടിക്കുക. ഡോക്ടർ എന്ത്? അതെ ഞാൻ പോയിട്ട് ഇച്ചിരി പരിപാടിയുണ്ട്. അവർ വരുവാന്ന് വിളിച്ചാൽ മതി. അതിന് ഒരു കാർഡ്ബോർഡിൻ്റെ അവരൊന്ന് കൊണ്ടുപോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മണിക്ക് കാർഡ്ബോർഡിൻ്റെ വെക്കണ്ട. അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടറിനൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാം നമുക്ക്. ഓക്കെ ഇതിനകത്തിലാക്കാം. കടിക്കല്ല. എൻ്റെ ആൾക്കാർ വന്ന് കൊണ്ടുപോക്കോളും കേട്ടോ. ഇതിനോട് പറയുമല്ലോ. നമ്മുടെ കരിമ്പച്ചനെ നേരെ ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരുന്തച്ചൻ രക്ഷപ്പെടട്ടെ. ഓക്കെ ബായ്.